കിലേടുകളെ നമ്മുടെ പ്രവീൺ പ്രണവിന്റെ പ്രശ്നം കിലേടുകളെ ഏകദേശം ഒന്ന് ഒതുങ്ങി ശാന്തമായി വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനൽ ഇതിലൂടെ നമ്മുടെ പ്രവീണായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് ഏകദേശം ഒരു ബെറ്റർ സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവർ ഒരു വീഡിയോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ റീസെൻ്റായിട്ട് ഞാൻ കണ്ടു, പുതിയ വീഡിയോ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വ്ളോഗ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നല്ല വ്യൂസ് ഉണ്ട്, നല്ല വ്യൂസ് എന്ന് പറഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നോക്കുമ്പോൾ 2 മണിക്കൂറിലേക്ക് 2 മണിക്കൂറിൽ ഏകദേശം 2 ലക്ഷം 2.5 ലക്ഷം വ്യൂസ് വന്നിട്ടുണ്ട്. പഴയതിനേക്കാളും ബെറ്റർ ആയിട്ട് മനസ്സിലായി. എന്താ വെച്ചാൽ നല്ല റീച്ച് ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ ആൾക്കാർ അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞു, എന്താ വെച്ചാൽ ഇവരുടെ ആ ഒരു പ്രശ്നം വന്ന സമയത്തും ഇത്ര വ്യൂസും ഇത്ര സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാൻ കാരണം അതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ഫാമിലി വ്ളോഗായിട്ട് ഡാൻസ് ആണെങ്കിൽ ഡാൻസ് ഭയങ്കര സൂപ്പർ ആയിരുന്നു ഇവിടെ. അപ്പോൾ അതിനുശേഷം ഇപ്പം എന്താ വെച്ചാൽ പ്രവീണാന്റെ വൈഫ് മൃദുല ചേച്ചിയും കൂടിയിട്ടാണ് ഇപ്പോൾ അവിടെ ഏകദേശം ഒരു ആയുർവേദത്തിന്റെ സംഭവം കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ചികിത്സയിലൊക്കെ പോകുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു മസാജ് ഇല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് തെറാപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പുതിയ വീട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലൂടെ. ഇപ്പോൾ പുതിയ വീട് കിട്ടിയെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല ഇതിലൂടെ. ആ സമയത്ത് ഞാൻ പ്രണവ് കൊച്ചു എന്ന ചാനൽ എടുത്ത് നോക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പുള്ളിക്കാരൻ വന്നിട്ട് ഒരു ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് എ ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു ദിവസമായി 10 ലക്ഷം വ്യൂസ്, 1 മില്യൺ വ്യൂസ് അടിച്ചിട്ടില്ല. കമന്റ് വന്നിട്ട് ഏകദേശം ഒരു 6,500 കമന്റ് ഇട്ടില്ല. അപ്പൊ കമന്റ് ഞാൻ കയറി വായിച്ചു കേട്ടല്ലേ. ആദ്യം വീഡിയോന് ചെറിയൊരു പോർഷൻ ഞാൻ ഇവിടെ കേട്ടോ. ചെറിയ പോർഷൻ വന്ന പുള്ളിക്കാരൻ രാവിലെ എണീക്കുന്നു, വീട്ടിലാണെന്ന് പറഞ്ഞു. അവര് ഭയങ്കര ഒരു ടീലാണ്, സൈലന്റ് ആയിട്ട് വീട്ടിൽ സംഭവം. സാധാരണ നേരത്തെ പറഞ്ഞാൽ ഫുൾ ആക്റ്റീവ് ആണ്. ഏട്ടനാണെങ്കിലും മനിയാണെങ്കിൽ കൂടി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ വന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രണവേട്ടൻ ഭയങ്കര ഒരു സൈലന്റ് ആയി ഒരു കാമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുക. അല്ല, പ്രണവേട്ടൻ വീഡിയോ എടുത്തിടുന്നു, അമ്മയോട് സംസാരിക്കുന്നു, നോർമലി പഴങ്കഞ്ഞി കൊടുക്കുന്നു. പിന്നെ അച്ഛൻ JCB കാണല്ലോ, JCB ഡ്രൈവറെ കാണല്ലോ. അപ്പോൾ JCB പോകുന്നു, JCB ഓടിക്കുന്നു, പിന്നെ ബസ്സിൽ കയറുന്നു, അങ്ങനത്തെ കുറച്ച് നോർമൽ കോൺവെർസേഷൻ ഒക്കെ. അതിന് ലാസ്റ്റ് ഒരു പോർഷൻ വരുന്നില്ല, അത് ഞാൻ അവിടെ പ്ലേ ചെയ്യട്ടെ. ഏകദേശം അപ്പോഴാണ് പറയുന്നത് ഒരു പുതിയ ജസ്റ്റ് ഒരു ബിഗിനിങ് ആണെങ്കിൽ പറഞ്ഞിട്ട് അത് ഞാൻ പ്ലേ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ബാക്കി പറയാം, കമന്റ് വായിക്കട്ടെ. ഞാൻ കുറച്ചു നേരം പോയി പുസ്തകം വായിക്കാം. എനിക്ക് പുതിയ ശീലങ്ങളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നല്ലൊരു ഐഡിയ ഇല്ലേ? അമ്മ പറഞ്ഞു തന്നതാ പുസ്തകമൊക്കെ വായിക്കണമെന്ന് പറഞ്ഞു. വായിക്കുമ്പോ നമുക്ക് ഉറക്കം വരും. മെയിനായിട്ട് കുറച്ച് ഓവർ തിങ്കിങ് കൂടുതലാ. അപ്പോഴത്തേന് നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പുസ്തകം വായന തുടങ്ങി. ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിച്ച് കിടന്നുറങ്ങും രാത്രി. പക്ഷെ വായിച്ച് പെട്ടെന്ന് ഉറക്കം വരും കേട്ടാ. അതുകൊണ്ട് വായനശീലം നല്ലതാണ്, ഉറക്കമൊക്കെ പെട്ടെന്ന് വരും. എനിക്ക് കുറച്ചു നേരം പോയിരുന്ന് പുസ്തകം വായിക്കാം. മീൻകറി അവിടെ തിളക്കുന്നുണ്ട്. എനിക്ക് പോകും. ഹേ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല. അതെ ഗൈസ്, ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ഇനി ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അതാണ് കിട്ടുള്ള വീഡിയോ. ഞാൻ പറഞ്ഞില്ല, ഏകദേശം ജസ്റ്റ് ഒരു പോർഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഏകദേശം 8 മിനിറ്റും 3/4 സെക്കൻഡ്, 8.42 മിനിറ്റ് ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ പുള്ളിക്കാരൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, പ്രണവേട്ടൻ. അപ്പോൾ ഞാൻ ലാസ്റ്റ് പോർഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഇതാണ് പുതിയൊരു ന്യൂ ബിഗിനിങ് വേണ്ടി കൊടുത്തിരിക്കും ക്യാപ്ഷൻ വന്നിട്ട്. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ജീവിത ശൈലിയായിരിക്കും പുള്ളിക്കാരൻ ഫോളോ ചെയ്യാൻ തോന്നുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര എന്താ വെച്ചാൽ വീട്ടിലിപ്പോൾ അച്ഛൻ അമ്മ മാത്രമേ ഉള്ളൂ ഇല്ലല്ലേ, ഭയങ്കര സൈലന്റ് ആയിട്ട്. ഇപ്പോൾ ഞാൻ കമന്റ് വായിക്കില്ല, കമന്റിലാണ് ട്വിസ്റ്റ് മൊത്തം. ഞാൻ പറഞ്ഞില്ല 6,500 കമന്റ് ഉണ്ട്. അതിൽ വന്നിട്ട് ഫസ്റ്റ് കമന്റ് ഉണ്ട്, ഈ വ്ലോഗ് കണ്ടു അഭിനയിക്കുന്ന എന്ന് തോന്നിയവരുണ്ടോ, മനസ്സിലായി, ഈ വ്ലോഗിൽ ഇവര് അഭിനയിക്കാൻ തോന്നിയവരുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടുണ്ട്. 10,000 ലൈക്ക് ഉണ്ട് ഇല്ലല്ലേ, മനസ്സിലായി. പിന്നെ ആക്ടിങ് അറ്റ് പീക്ക് ലെവൽ, യു ആർ ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് ഹിം, മനസ്സിലായില്ലേ. പ്രവീണാട്ടനും നമ്മുടെ മൃദുല ചേച്ചി അവരൊന്നും ഇല്ലാതെ ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നത്. പിന്നെ കൊച്ചിനോട് വെറുപ്പ് തോന്നിയവർ ലൈക്ക് അടിക്കൂ, എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നവർ ലൈക്ക് പ്ലീസ്. പിന്നെ ഇവരുടെ ബോണ്ട് മിസ് ചെയ്യുന്നവരും പറഞ്ഞു വന്നില്ലേ. പിന്നെ കണ്ടന്റ് ഇല്ല, ഹാപ്പിനെസ് ഇല്ല, ഫുൾ മൗനം. വീഡിയോ കണ്ടിട്ട് എന്തോ ഒരു മൗനം ഫീൽ ചെയ്യുന്നു. വീട് ഉറങ്ങിയ അവസ്ഥ കാണുമ്പോൾ കണ്ടന്റ് ഇല്ല, ഹാപ്പിനെസ് ഇല്ല, മൗനം മാത്രം. ബട്ട് 1 മില്യൺ വ്യൂസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് മനസ്സിലായില്ലേ. കാണുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന കുറെ എണ്ണം. അഭിനയം ഫീൽ ചെയ്യുന്നു. എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോസ് ഇഷ്ടമാണ്. ഇനി അവർക്ക് ഒന്നിക്കണമെങ്കിൽ ഒന്നിക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ, അവരുടെ ജീവിതം. അങ്ങനെ കുറേ കമന്റ് അടിക്കാറില്ല. നെഗറ്റീവ് അടിച്ച് കുറേ പേരുടെ നെഗറ്റീവ് കമന്റുകളാണ് കൂടുതലുള്ളൂ, മനസ്സിലായി. എന്ന് വെച്ചാൽ അഭിനയമാണ്, ഇനിയിപ്പോൾ അവരില്ലാതെ നമ്മൾ കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് എന്നാലും ഞാൻ പറഞ്ഞില്ല, ഒറ്റ ദിവസത്തിനുള്ളിൽ 10 ലക്ഷം വ്യൂസ്, 1 മില്യൺ വ്യൂസ്, മനസ്സിലായില്ലേ.
ഇനി എന്തായാലും ഇതേപോലെ ഒരു കണ്ടിന്യൂ തന്നെ ആയിരിക്കും. മനസ്സിലായി. ഇപ്പൊ പ്രണവേട്ടന്റെ ഒരു ചാനലിൽ വീഡിയോ ഇട്ടാലും ഈ സെയിം വ്യൂസും കാര്യങ്ങളൊക്കെ വരും, ഉറപ്പാണ് ഇതിലുള്ളത്. എന്താ വെച്ചാൽ ആൾക്കാർ പുതിയതെന്തെങ്കിലും ഉണ്ടാവാണ്ട് നമ്മൾ നോക്കും. പ്രവീണിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. എന്താ വെച്ചാൽ അവരുടെ പുതിയ ജീവിത സ്റ്റൈലൊക്കെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ജീവിത ശൈലി, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. സെയിം തന്നെ ആയിരിക്കും എല്ലാ പ്രണവേട്ടനും. എന്താ വെച്ചാൽ ഇവരുടെ ജീവിത ശൈലി എങ്ങനെയാണ് അതൊക്കെ നോക്കാൻ വേണ്ടിയിരിക്കും ആൾക്കാർ ഇരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനും പറയാൻ അതാണ്, എനിക്കും എൻ്റെ ഒരു ആഗ്രഹം ഇവരെ ഒന്നിക്കണം തന്നെയാണ്, അല്ലാതെ പിരിയണം എന്നൊന്നുമല്ല. ഒന്നിച്ച് ഇവരുടെ വീഡിയോസ് കാണാൻ നമ്മൾക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി സാധിക്കുമെന്ന് അറിയില്ലെങ്കിൽ എന്ന് വെച്ചാൽ രണ്ടുപേരും പരസ്പരം വീഡിയോസ് ഇടുന്നുണ്ട്. ഓപ്പോസിറ്റിൽ അവരുടെ ജീവിത ശൈലിയായിട്ട് ഇടുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതിലല്ലേ. ഇവർ പരമാവധി ഒരുമിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ അതേ പറയാനുള്ളൂ. അത്രേ ഉള്ളൂ.